കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. അതെ, 2025 മാർച്ച് 10 അന്നാണ് എനിക്ക് രണ്ടാമതും ആക്സിഡന്റ് ആയത്. വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ആദ്യത്തെ ആക്സിഡന്റിൽ എന്റെ ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് നഷ്ടപ്പെട്ടിരുന്നു. വീണ്ടും ആക്സിഡന്റ് ആയപ്പോൾ അതേ കാലിന്റെ തന്നെ ഹിപ്പ് ബോണിന് ഫ്രാക്ചർ പറ്റുകയും ഇടത് കൈയിലെ റിസ്റ്റിനും ഫ്രാക്ചർ പറ്റുകയും ചെയ്തു. വീണ്ടും ഒരുപാട് സർജറീസ്. ആദ്യമൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഓൾറെഡി കൃത്രിമക്കാൽ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരുന്ന എനിക്ക് വീണ്ടും പഴയതുപോലെ നടക്കാനും ഓടാനും ഒക്കെ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഒരു വർഷത്തിനിപ്പുറം ഇന്നലെ വീണ്ടും മാർച്ച് 10 ഞാൻ വീണ്ടും ഓടാനായി എന്റെ ബ്ലേഡ് എടുത്തണിഞ്ഞു. അതെ, ഞാൻ എന്റെ ആക്സിഡന്റിന്റെ ആനിവേഴ്സറി ആഘോഷിച്ചത് വീണ്ടും ട്രാക്കിൽ ഓടിക്കൊണ്ടാണ്. ജീവിതം അങ്ങനെയാണ്, പലപ്പോഴും അപ്രതീക്ഷിതമായി നമ്മളെ വീഴ്ത്തിയേക്കാം. ഒരിക്കലും ആ വീഴ്ചകളിലൂടെ നമ്മൾ നിർവചിക്കപ്പെടരുത്. നമ്മളുടെ തിരിച്ചുവരവായിരിക്കണം എപ്പോഴും നമ്മളെ നിർവചിക്കേണ്ടത്. എങ്ങനെ നമ്മളെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലൂടെയോ വേദനയിലൂടെയോ കടന്നു പോവുകയാണെങ്കിൽ ഒരിക്കലും തളരരുത്. കാരണം ഇന്നത്തെ നിങ്ങളുടെ വേദന അത് നാളെ നിങ്ങളുടെ ശക്തിയായി മാറാം. എന്റെ ഈ ഒരു കുഞ്ഞു കംബാക്ക് വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.